നമസ്കാരം, ഞാൻ ഡോക്ടർ ആരതി. ഞാനിന്ന് കുമാരിയാസവത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും ആർക്കൊക്കെ ഉപയോഗിക്കാം അതിൻ്റെ ഡോസും കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. കുമാരി എന്ന് പറയുന്നത് നമ്മുടെ കറ്റാർ വാഴയാണ്, ആലോവേറ. അപ്പം പേര് സൂചിപ്പിക്കുന്ന പോലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഏറ്റവും അധികമായിട്ട് ഉപയോഗിക്കുന്നത് കുമാരി തന്നെയാണ്. ഇത് സാധാരണമായിട്ടും സ്ത്രീ രോഗങ്ങൾക്കാണ് ഉപയോഗിക്കാറ്. എങ്കിൽ തന്നെ ഇതിന് മറ്റ് പല ഗുണങ്ങളും ഉണ്ട്. സ്ത്രീകൾക്ക്, അതായത് കൂടുതലായിട്ടും പീരീഡ് സംബന്ധമായിട്ടുള്ള വേദനകൾക്കാണ് ഇത് സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കറ്റാർ വാഴയെ പറ്റി ഇപ്പോൾ പലർക്കും അറിയാം, അതിൻ്റെ ഗുണങ്ങളെ പറ്റിയും ഒക്കെ. കറ്റാർ വാഴ എന്ന് പറയുന്നത് വളരെയധികം ഗുണങ്ങളുള്ളതാണ്. നമ്മുടെ ബ്ലഡിൻ്റെ കോമ്പസിഷനോട് അത്രയും സാമ്യമുള്ള ഒരു ചെടിയായിട്ടാണ് പറയുന്നത്. അതിൻ്റെ പല വെറൈറ്റി ഉണ്ട്. അപ്പം ഇതിൻ്റെ മെയിൻ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിൽ, പ്രത്യേകിച്ച് സെല്ലുകൾക്കുള്ളിൽ പെട്ടുകിടക്കുന്ന നീരും വേസ്റ്റ് മെറ്റീരിയൽസും ഒക്കെ ഇതിന് വലിച്ചെടുത്ത് പുറത്ത് കളയാനുള്ള നല്ലൊരു ഗുണമുണ്ട്. നമ്മൾക്കുണ്ടാവുന്ന മിക്ക രോഗങ്ങളിലും നീർക്കെട്ടുകളുണ്ടാകും ഉള്ളിൽ. ഇപ്പം നമ്മൾക്കത് കാണാൻ കഴിയുന്നുണ്ടാവില്ല, ശരീരത്തിനുള്ളിലായിരിക്കും ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നൊരു അവസ്ഥ. അപ്പം ഈ അവസ്ഥയിൽ വളരെയധികം നമ്മുടെ ശരീരത്തിലെ പ്രത്യേകിച്ച് ലിംഫിന് ഒരു സർക്കുലേഷൻ കുറയാതെ, ലിംഫ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് മെറ്റീരിയൽസ് എടുത്ത് പുറത്ത് കളയേണ്ട ഒരു സിസ്റ്റമാണ്. അതിൽ വേണ്ട വിധത്തിലുള്ള മൂവ്മെൻറ്റ് ലഭിക്കാതെ കിടക്കുകയും അവിടെ നീർക്കെട്ടുണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സെൽ ഡാമേജുകൾ ഉണ്ടാവുന്ന സമയത്തും ആ സെൽ റിപ്പയറിങ്ങിൻ്റെ സമയത്തും ഒക്കെ നമ്മുടെ ശരീരത്ത് ഒത്തിരി പലതരം പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാവുന്ന നീരുകൾ പോകാതിരിക്കുകയും ആ നമ്മുടെ പർട്ടിക്കുലറായിട്ട് ഇപ്പോൾ ഏത് അവയവത്തെയാണോ ബാധിച്ചത്, രോഗം വന്നാലും ശരീരത്തിൽ മൊത്തമായിട്ട് ഈ ഒരു അവസ്ഥ ഉണ്ടാകും. എന്നാലും ഇപ്പോൾ പർട്ടിക്കുലറായിട്ട് ഇപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്, അത് കൂടുതലായിട്ടും ലിവറിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിവറിൽ മാത്രമല്ല ആ പ്രശ്നം ഉണ്ടാവുക, ശരീരത്തിൻ്റെ പല പല ഭാഗത്തും അത് ഉണ്ടാവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് വളരെ എഫക്റ്റീവാണ് കുമാരിയാസം എന്ന് പറയുന്നത്. അപ്പം ചതവുകൾക്ക്, വേദനകൾക്ക്, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വീഴുകയോ അല്ലെങ്കിൽ ഒരു ചതവ് ഉണ്ടാവുകയോ ചെയ്താൽ നമ്മൾക്ക് കുറേ നാളത്തേക്ക് ആ ഒരു ഭാഗം വേദന ഉണ്ടാവുമല്ലോ. അപ്പം ആ അവസ്ഥ മാറ്റാൻ, അവിടുത്തെ സെൽ റിപ്പയറിങ് ഈസി ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ കറ്റാർ വാഴ. അതേ ഗുണമാണ് അതിൻ്റെ അരിഷ്ടത്തിനും. അപ്പം സ്ത്രീരോഗങ്ങൾക്ക് ഉപയോഗിക്കാം, ശരീരം വേദനയ്ക്ക് ഉപയോഗിക്കാം, ഒരു ജനറൽ ടോണിക്കായിട്ട് കുറച്ചു കാലം ഉപയോഗിക്കാം. കൂടുതൽ കാലം അടുപ്പിച്ച് ഉപയോഗിക്കാൻ പാടില്ല. പിന്നീട് ഈ മരുന്ന് നമ്മൾക്ക് സാത്മ്യമായി പോയാൽ നമ്മൾക്കിതൊരു രോഗത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് സ്ത്രീ രോഗങ്ങൾക്ക്, അതായത് യൂട്രസ് സംബന്ധമായ പ്രശ്നമുള്ളവർക്ക് രോഗം മാറുന്നിടം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ശരീരത്ത് നീർക്കെട്ട്, വേദനയൊക്കെ ഉള്ളവർക്കും ഇത് രോഗം മാറുന്നിടം വരെ ഒരു കുറച്ച് കാലവും കൂടി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. നന്നായിട്ട് രക്തത്തെ ശുദ്ധീകരിക്കുന്ന ഒരു അരിഷ്ടമാണ്, ആസവമാണ്. കുട്ടികൾക്കാണെങ്കിലും ചെറിയ ഡോസിലൊക്കെ കൊടുത്താൽ വളരെ നല്ലതാണ്. ശരീരം ശുദ്ധിയാവും, വളർച്ചയ്ക്കൊക്കെ സഹായിക്കും. അപ്പം ഇത് കഴിക്കേണ്ട അളവെന്ന് പറയുന്നത് 25 മില്ലി 2-3 നേരം ആഹാരത്തിന് ശേഷമാണ് ഒരു അഡൾട്ട് ഡോസ്. കുട്ടികൾക്കാകുമ്പോൾ ഏജ് അനുസരിച്ചിട്ട് മാറും. ഒരു 5 മില്ലി തൊട്ട് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ ശരീരം ശുദ്ധിയാക്കാനും രക്തശുദ്ധിക്കും നല്ല മസിലിൻ്റെയും പേശികളുടെയും ഒക്കെ ഹെൽത്തിനും, അതിനുള്ളിലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോയാൽ നമ്മുടെ ശരീരം എപ്പോഴും പ്യുവറായിട്ടിരുന്നാൽ, അതായത് നമ്മൾ കഴിക്കുന്നതിൻ്റെ മെറ്റബോളിക് വേസ്റ്റുകളും അങ്ങനെ അല്ലാതെ ഉണ്ടാകുന്ന ശരീരത്തിൽ ഓരോരോ വേസ്റ്റുകളൊക്കെ പുറന്തള്ളിക്കൊണ്ടിരുന്നാൽ ശരീരത്തിന് എപ്പോഴും നല്ല ആരോഗ്യം ഉണ്ടാവും. അപ്പോൾ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ജനറലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോണിക്കാണ് കുമാരിയാസവം.